ഞാൻ ബേസിക്കലി ഞാനൊരു സയൻസ് സ്റ്റുഡൻ്റാണ്. ഞാൻ ബയോകെമിസ്ട്രി ആണ് പഠിച്ചതൊക്കെ. എല്ലാ ചർച്ചയും ഞാൻ ആദ്യമായി ചെയ്യുന്ന ചർച്ച പോലാണ് ഞാൻ കയറുന്നത്. ടെസ്റ്റ് തുടങ്ങി പോയതും പിന്നെ എന്താണ് വലിയ തർക്കങ്ങൾ ഉണ്ടാകുന്നതും കേസാവുന്നതും ഒക്കെ പറയാനുള്ള കാര്യങ്ങൾ. ചർച്ച എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ചായക്കട ആൾക്കാർ കൂടിയിരുന്ന് നടത്തുന്ന സംഭവങ്ങളുടെ തന്നെ വേറൊരു പതിപ്പാണല്ലോ. ഓൾമോസ്റ്റ് ഉറങ്ങുന്ന സമയം ഒഴിച്ചു നിർത്തിയാൽ നമ്മൾ ഈ വാർത്തയുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആണ്. നമ്മൾ കൂടുതൽ പ്രിപ്പയർ ചെയ്താൽ നമ്മൾ അതിന് ക്വാളിറ്റി ഓഫ് കോഴ്സ് ഉണ്ടാവും. പക്ഷെ നമുക്ക് അങ്ങനെ ഇരുന്ന് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കിട്ടാറില്ല. അത് ഉറപ്പായിട്ട് വയനാട് ദുരന്തം തന്നെയാണ്. അതൊരു ഭീകരമായിപ്പോയി. നമ്മളെ വ്യക്തിപരമായിട്ട് വല്ലാതെ ബാധിക്കുകയും, എങ്ങനെ അവിടെ കൂടിയിരുന്ന എല്ലാവരും വിചാരിച്ചിരുന്നു ഇവനെ എവിടെയോ ഇങ്ങനെ മടങ്ങി വരുന്ന ആത്മാർത്ഥത എന്തോ ഒരു ചിന്ത, എങ്ങനെ ഒരു ആലോചന എല്ലാവർക്കും ഉണ്ടായിരുന്നു. സോ ഞാനും ആലോചിച്ചിട്ടുണ്ട് മടങ്ങി വരും. ജോലി എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു ഡേ ടു ഡേ സ്ട്രഗിളുള്ള ജോലി തന്നെയാണ്. ഇവിടുത്തെ സ്നേഹവും ഇവിടുത്തെ കരുതലും ഇവിടുത്തെ ചേർത്ത് പിടിക്കലും എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൻ്റെ ഒരു ചിന്താണ് മോദിൻ. മാധ്യമ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഒരുപാട് ഇൻ്റർവ്യൂകൾ ചെയ്ത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള സാറിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ കിട്ടുക എന്ന് പറയുന്നത് തന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ആദ്യം തന്നെ ഈ ഒരുപാട് വാർത്തകളിലും ഇതിലൊക്കെ വാക്കുകൾ കൊണ്ട് ഇങ്ങനെ അമ്മാനമാടുന്ന ഒരാളാണ് ശരിക്കും സാർ. എങ്ങനെയാണ് ആ ഒരു ചടുലത വാക്യത്തിലൊക്കെ വരുമ്പോൾ അക്ഷരങ്ങളൊക്കെ? കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്കൊന്നും പലപ്പോഴും പല വാക്കുകൾ കിട്ടൂല. അപ്പം സാറിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരിക്കലും ഒരു ഇത് കണ്ടിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നിട്ട്? ഇപ്പോൾ വായനയൊക്കെ നന്നായിട്ട് കുറവാണ്. ഒരു കാലത്ത് അത്യാവശ്യം നന്നായി വായിച്ചിരുന്നു. ഇപ്പോൾ ജോലി സമയം ഉണ്ടാക്കണമെങ്കിൽ കണ്ടെത്തി വായിക്കാം. നമ്മുടെ സ്വന്തം ഒരു ഉഴപ്പുണ്ടല്ലോ, അതുള്ളത് കാരണം ഇപ്പോൾ വായന കുറവാണ്. പക്ഷേ ഒരു കാലം നന്നായി വായിച്ചിരുന്നു. അപ്പോൾ ആ വായനയുടെ ഒക്കെ ആയിരിക്കണം കുറച്ച് വാഗ്ബലം ഉള്ളതാണത്. പിന്നെ നേരത്തെ കുറച്ച് പ്രസംഗം ഉണ്ടായിരുന്നു, സംഘടനാ പ്രവർത്തനം ഉണ്ടായിരുന്നു. അപ്പോൾ അക്കാലത്തൊക്കെ നമുക്ക് പൊതുപ്രസംഗങ്ങളുടെ കിട്ടുന്ന ഒരു കപ്പാസിറ്റി ഉണ്ടല്ലോ. ഈ ഒരു മാധ്യമ രംഗത്തേക്ക് ഉള്ളൊരു കടന്നുവരവ് എങ്ങനെയായിരുന്നു? ഇഷ്ടമായിട്ട് വന്നതാണ്. ഞാൻ ബേസിക്കലി ഞാനൊരു സയൻസ് സ്റ്റുഡൻ്റാണ്. ഞാൻ ബയോകെമിസ്ട്രി ആണ് പഠിച്ചതൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ പക്ഷേ എനിക്ക് അറിയാം എൻ്റെ പാഷൻ ഇതാണെന്ന്, നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി ഇതാണെന്ന് നേരത്തെ മുതലേ നമുക്ക് തിരിച്ചറിവുണ്ടായിരുന്നു. പിന്നെ ബയോകെമിസ്ട്രി പഠിച്ച് നമുക്കറിയാമല്ലോ, നമുക്ക് ബയോകെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ഒരു ഗംഭീരമായ കരിയർ പെർസ്പെക്റ്റീവുള്ള ജോലി തന്നെയാണ്, ഒരു തർക്കമില്ല. പക്ഷെ നമ്മുടെ ജീവിതം ലാബിനകത്ത് ഇങ്ങനെ ലാബാണ് അതിൻ്റെ ആത്യന്തികമായ സാധനം. എനിക്ക് ഇഷ്ടമാണ് യഥാർത്ഥം. പക്ഷെ നമുക്ക് കുറച്ചുകൂടെ ഒരു വ്യക്തിത്വത്തിനൊക്കെ പുറത്ത് നിൽക്കുന്നതാണ് നല്ലതെന്ന് തോന്നി. സ്വാഭാവികമായിട്ടും പിന്നെ വഴിയും ജേർണലിസ്റ്റിലോട്ട് വന്നു. അങ്ങനെ പോയി. ഇപ്പം 24 എത്തിയപ്പോൾ 24 എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലുള്ള വാർത്താ മാധ്യമ സങ്കല്പങ്ങളൊക്കെ ഒന്ന് മാറ്റി എഴുതി ഇപ്പം ജനകീയമാക്കിയത് 24 തന്നെയാണ്. അപ്പോൾ ആ ഒരു 24 സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ്, കാര്യങ്ങൾ, SKN സാറായിട്ടുള്ളൊരു കൊളാബറേഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നിങ്ങൾ ആ ഒരു വോട്ട് അല്ലെങ്കിൽ എന്ത് ലൈവ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്കൊന്ന് ഇലക്ഷൻ റിസൾട്ടിൻ്റെ സമയത്തൊക്കെ അത് കാണാൻ, നിങ്ങളുടെ ആ ഒരു കോർഡിനേഷൻ കാണാൻ തന്നെ ഭയങ്കര അതൊക്കെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളത് ബോധപൂർവ്വം ഉണ്ടാക്കുന്നതല്ല. പിന്നെ SKൻ്റെ കൂടെ നിൽക്കുമ്പോൾ SKൻ്റെ ഒരു ഭയങ്കര എനർജി ലെവലുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുമ്പോൾ നമ്മളതിൻ്റെ കൂട്ടത്തിലങ്ങ് പോകാമെന്നുള്ളതാണ്. പക്ഷേ അത് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൾക്കാർക്ക് കമ്മ്യൂണിക്കേറ്റ് ആവുന്നുണ്ട്, ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇലക്ഷൻ ഡേയ്സിലെ റേറ്റിംഗ്, നമ്മുടെ ബേസിക് സാധനം ക്രൈറ്റീരിയ റേറ്റിംഗ് ആണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് കലാകാലങ്ങളിൽ നമ്പർ 1 നമ്മൾ തന്നെയാണ് ആ സമയങ്ങളിൽ, ആ ടൈം പീരീഡ്. അപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടമാണ്. പിന്നെ അത് ഈ പറഞ്ഞ കോമളത്തിലാണെന്നും തമാശ പറയുന്നതും ഇങ്ങനെ സീരിയസ് വാർത്ത ഇങ്ങനെ കാണിക്കുന്നുള്ള വിമർശനം ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്വാഭാവികമായിട്ടും വിമർശനങ്ങൾക്ക് നമ്മൾ ബാധ്യസ്ഥരാണല്ലോ. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ ഇപ്പോൾ സ്റ്റൈൽ കൊണ്ടുവരുന്നത് പറഞ്ഞാൽ വാർത്ത ഗൗരവം അല്ലാതെയും പറയാമല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞപ്പം നമുക്കിപ്പം എൻ്റെ വൈകിട്ടത്തെ ഒരു ചർച്ചാ സ്ലോട്ടുണ്ട്, അത് സീരിയസ് സ്ലോട്ടാണ് എന്ന് പറഞ്ഞാൽ അതിൽ ഈ പറഞ്ഞിട്ട് മറ്റെന്തെങ്കിലും പറയാൻ കഴിയില്ല. അത് വളരെ സീരിയസ് വിഷയങ്ങൾ സീരിയസ് ആയി തന്നെ ചർച്ച ചെയ്യുകയാണ്. അങ്ങനെ സീരിയസ് സ്ലോട്ട് കൈകാര്യം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വാർത്തകളെ അല്ലാതെയും പറയുന്ന ആൾക്കാർക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്തിനാണ് മസിൽ പിടിച്ചിരുന്നത്, ഇങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ എന്നുള്ളതാണ് കൺസെപ്റ്റ്. അതെന്ന് പറഞ്ഞാൽ ആൾക്കാരോട് ഭയങ്കര ഹൃദയബന്ധം ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലാണ്. അത് നമ്മളിപ്പോൾ ഈ SKN ഫോർട്ടിയിലെ ഹരിവിരുദ്ധ യാത്ര ഇത് 10ാമത്തെ ജില്ലയാണ് മലപ്പുറം. അപ്പോൾ നമ്മൾ ഇവിടെ പോകുന്ന മനുഷ്യർ നമ്മൾ നാട്ടിൽ കൂടെ നടക്കുകയാണല്ലോ. അപ്പോൾ ഈ പോകുന്ന മനുഷ്യന്മാരുടെ ഒരു ഭയങ്കര സ്നേഹം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് അങ്ങനെ തന്നെ അത് കമ്മ്യൂണിക്കേറ്റ് ആകുന്നുണ്ട് എന്നുള്ള കാര്യം. ശരിക്കും 24 ഇപ്പോൾ SKN ഇങ്ങനെ ഒരു യാത്ര നടത്തും എന്ന് പറയുമ്പോൾ കൂടുതൽ ആളുകളും SKNനും അതേപോലെ ഇപ്പോൾ വിജയകുമാർ സാറാണെങ്കിലും ഇപ്പം സാറാണെങ്കിൽ പോലും ആളുകൾക്ക് നമ്മളുടെ ഒരു പരിചയമുള്ള ഒരാൾ വരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഡെയിലി കാണുന്ന ഒരാൾ അങ്ങനെ വരുന്നു എന്നപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മൾ ഡെയിലി TV കാണുന്ന ഒരാൾ, അത്ര ഒരു ആളുകളുടെ ആ ഒരു റിയാക്ഷനൊക്കെ കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളെ അങ്ങനെ പരിചയമുള്ള ഒരാളെന്ന് മാത്രമല്ല, നമ്മളെ ഓടി ഒന്ന് കെട്ടിപ്പിടിക്കുന്നവരുണ്ട്, ഉമ്മ വയ്ക്കുന്നവരുണ്ട്. എന്ന് പറഞ്ഞാൽ യാതൊരുവിധ അപരിചിതത്വം ഇല്ലാത്ത എല്ലാ ദിവസവും വളരെ ദീർഘമണിക്കൂറുകൾ സംസാരിക്കുന്ന ഒരാൾ സംസാരിക്കുന്ന മട്ടിൽ സംസാരിക്കുകയും സ്നേഹം ബ്രീഡിങ് ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. കാര്യം
നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതുകൊണ്ടാണല്ലോ അവർക്ക്, അല്ലെങ്കിൽ അവരെന്തോ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ പറയുന്നു എന്നുള്ളതുകൊണ്ടുകൂടിയാണല്ലോ അവർ വന്ന സ്നേഹം കാണിക്കുന്നത്. നമ്മുടെ 10-12 വർഷത്തെ മാധ്യമപ്രവർത്തനത്തിൻ്റെ ആകത്തുകയാണ് സാധനം. അപ്പോൾ എനിക്ക് പല ചർച്ചകളിലും സാർ കൺട്രോൾ ചെയ്തിട്ടുണ്ട്, മോഡറേറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മാധ്യമ ജീവിത രംഗത്ത് നമുക്ക് ഓർത്തിരിക്കുന്ന അല്ലെങ്കിൽ ചർച്ചാ മുഹൂർത്തങ്ങൾ അല്ലെങ്കിൽ ഓർത്തിരിക്കുന്ന എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ സാറിന്? എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ എല്ലാ ചർച്ചയും ഞാൻ ആദ്യമായി ചെയ്യുന്ന ചർച്ച പോലാണ് ഞാൻ കയറാറ്. എനിക്ക് എല്ലാം സ്പെഷ്യലാണ്. പിന്നെ ഓർത്ത് അനുഭവം പറഞ്ഞാൽ കുറേ ഉണ്ട്, ഒരുപാടുണ്ട്. ഗസ്റ്റ് പണങ്ങി പോയതും പിന്നെ എന്താണ് വലിയ തർക്കങ്ങളുണ്ടാവുന്നതും കേസാവുന്നതും ഒക്കെ പറയാനുള്ള കാര്യങ്ങളൊക്കെ. ശരിക്കും ഈ തർക്കങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുമ്പോൾ ആ ഓൺ ദ ലൈവ് തന്നെയാണല്ലോ ഇതെല്ലാം നടക്കുന്നത്. നമ്മൾ പ്രീ റെക്കോർഡ് ചെയ്തൊന്നുമല്ല. അതെങ്ങനെയാണ് ആ ഒരു കപ്പാസിറ്റി അറ്റൈൻ ചെയ്തുണ്ടാക്കുന്നത്? എങ്ങനെയാണ് ഈ ലൈവില് തർക്കങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക? കാരണം പലരും പല രീതിയിലുള്ള ആളുകളാണ് കാണുമ്പോൾ. എനിക്ക് സത്യം എനിക്ക് ആ ഒരു കപ്പാസിറ്റി അധികം ഇല്ലെന്നാണ് എൻ്റെ ഒരു ധാരണ. കാര്യം ഞാനും ഇപ്പം ഒരു വിഷയത്തിൽ നിൽക്കുമ്പോഴത്തേക്ക് നമ്മളും ആ ഗസ്റ്റിൻ്റെ കൂട്ടത്തിൽ നമ്മളും ചേരും വേറെ രീതിയിൽ, മോഡറേറ്റർ എന്നതിനപ്പുറം. ഞാൻ പറഞ്ഞത് അങ്ങനെ കൺട്രോൾ ചെയ്യേണ്ട ഒന്നാണോ തർക്കങ്ങൾ എന്ന് എനിക്കറിയില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ തർക്കങ്ങൾ എന്ന് പറഞ്ഞാൽ ബേസിക് ചർച്ച എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ചായക്കട ആൾക്കാർ കൂടിയിരുന്ന് നടത്തുന്ന സംഭവങ്ങളുടെ തന്നെ വേറൊരു പതിപ്പാണല്ലോ. അവിടെ ഉണ്ടാകുന്ന ബഹളവും അടി ഒഴിച്ച് ബാക്കിയൊക്കെ അവിടെ ഉണ്ടാവേണ്ടതാണ്, ഉണ്ടാവണം. അങ്ങനെയുള്ള ചർച്ചയുടെ നൈസർഗികത, ജൈവികത എന്ന് പറയുന്ന സാധനം അതുണ്ടായിക്കോട്ടെ എന്ന് വിചാരിക്കും. ഞാൻ അങ്ങനെ വിചാരിക്കരുത്. തല്ല് ഒഴിച്ച് ബാക്കി ആരോഗ്യകരമായ സാധനങ്ങൾ ഉണ്ടായിക്കോട്ടെ, അസഭ്യം ഒഴിച്ച് ഉണ്ടാവട്ടെ എന്ന്. മനുഷ്യന്മാരങ്ങനെ. ഇപ്പം 24-ന്റെ ഒരു ന്യൂസ് റൂം പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഇപ്പം ഇത്തരം നേരത്തെ സാർ സൂചിപ്പിച്ചു, ഇപ്പം SKN സാറിൻ്റെ ഒരു വൈബ് നിങ്ങളിലേക്കൊക്കെ പകരുന്നതാണ് എന്ന്. അപ്പോൾ അത് നിങ്ങളിപ്പോൾ ഒരു കണ്ടന്റ് ചെയ്യുമ്പോൾ അതിലുള്ള ഒരു പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? നമ്മൾ ടീമായി ചെയ്യും. നമ്മൾ ന്യൂസ് റൂമിൽ തന്നെയാണല്ലോ. ഓൾമോസ്റ്റ് ഉറങ്ങുന്ന സമയം ഒഴിച്ചു നിർത്തിയാൽ നമ്മൾ ഈ വാർത്തയുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആണ്. ഇനി ഈവൻ ഓഫ് ഡേ ആണെങ്കിൽ പോലും നമ്മൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ നമ്മൾ അപ്ഡേറ്റഡ് ആണ് ഈ വിഷയങ്ങളിൽ. അതുകൊണ്ട് പ്രത്യേകിച്ചൊരു അങ്ങനെ ഒരു നമ്മൾ ആദ്യഘട്ടത്തിലൊക്കെ എടുക്കുന്ന ഒരു ദീർഘസമയത്തെ പ്രിപ്പറേഷൻ്റെ ആവശ്യം ഉണ്ടാവേണ്ടി വരാറ്. എങ്കിൽ കൂടിയും അതാവശ്യമുള്ള വിഷയങ്ങളിൽ പരമാവധി സമയം എടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യും. നമുക്ക് റിസർച്ച് ടീമുണ്ട്, അവർ ഡേറ്റ ഒക്കെ എടുത്ത്, ഇപ്പോൾ ഇലക്ഷൻ സമയത്തൊക്കെ ആണെങ്കിൽ ഇനി ഇത്ര വർഷത്തെ ഡേറ്റ കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുമ്പ് തിരഞ്ഞെടുപ്പ് അതിനുള്ള ഡേറ്റ ഒക്കെ എടുത്ത് ആ ഡേറ്റ എടുത്ത് തരാൻ അവരുണ്ട്. പിന്നെ നമ്മുടെ ഇതെല്ലാം കൂടെ ചേർന്ന് നമ്മളെ വാർത്തയിൽ നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അപ്ഡേഷനൊക്കെ വെച്ചിട്ട് നമ്മൾ പറയുന്നതാണ് സാധനം. അല്ലാതൊരു ഒന്നാമത്തെ കാര്യം ഇത് നല്ല ബിസി ഷെഡ്യൂളാണ്. അപ്പോൾ നമുക്ക് ഉറപ്പായി നമ്മൾ കൂടുതൽ പ്രിപ്പയർ ചെയ്താൽ അതിന് ക്വാളിറ്റി ഓഫ് കോഴ്സ് ഉണ്ടാവും. പക്ഷെ നമുക്ക് അങ്ങനെ ഇരുന്ന് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കിട്ടാറില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പണി ഇത് മാത്രമല്ല, നമ്മൾ പല പണികളുടെ കൂട്ടത്തിൽ ഒരു പണിയാണല്ലോ ഈ പണി. അങ്ങനെ ഇരുന്ന് സമയമെടുത്ത് അങ്ങനെ പഠിക്കാനുള്ളൊരു 6 മണിക്കൂറൊക്കെ പഠിക്കാനുള്ള സമയം കിട്ടാറില്ല. 1 മണിക്കൂറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്താ. പക്ഷേ എത്ര മാത്രം നമ്മൾ പഠിക്കുന്നോ അത്രത്തോളം അതിന് ക്വാളിറ്റി ഉണ്ടാവും. പറയും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ ക്വാളിറ്റി ഓഫ് കോഴ്സ് ഉണ്ടാവും. ഇപ്പം ഒരുപാട് വാർത്തകളും ഇതേപോലെ എനിക്ക് തോന്നുന്ന അർജുൻ്റെ ഇതൊക്കെ അവിടെ പോയിട്ട് അതേപോലെ ഒരുപാട് വാർത്തകളും വായിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പം നേരത്തെ സാറ് പറഞ്ഞ പോലെ തന്നെ ആയിരിക്കും വാർത്തകളെല്ലാം സ്പെഷ്യൽ തന്നെ ആയിരിക്കും സാർ. എന്നാലും ഒരു ഓർത്തിരിക്കുന്ന അല്ലെങ്കിൽ റിപ്പോർട്ടിങ്ങിൻ്റെ ഇടയിൽ ഉണ്ടായ എന്തെങ്കിലും അത് ഉറപ്പായിട്ട് വയനാട് ദുരന്തം തന്നെയാണ്. അതൊരു ഭീകരമായിപ്പോയി. നമ്മളെ വ്യക്തിപരമായിട്ട് വല്ലാതെ ബാധിക്കുകയും നമ്മൾ ഒരുപാട് മനുഷ്യരെ, ഒരുപാട് കുഞ്ഞുങ്ങളെയൊക്കെ ഓടിയോ കാണുകയാണല്ലോ. അപ്പോൾ അത് ഭയങ്കര സങ്കടം ഉണ്ടാക്കിയൊരു അതൊരു പോണ്ടായിരുന്നു എന്ന് തോന്നിയൊരു പോണ്ടായിരുന്നു. കാരണം അത് നമ്മുടെ മനസ്സിൽ നിന്ന് ഒരു കാലത്ത് മായാൻ പോകുന്നില്ല, ഉറപ്പ്. അപ്പോൾ അത് വയനാടും പിന്നെ ഷിരൂരും ഉണ്ടായിരുന്നു. അർജുൻ നമുക്കറിയാമായിരുന്നു, കുറേ അവൻ അതിനടിയിൽ പോയിട്ട് കുറേ നാളായി. ഇനി ജീവനോട് തിരിച്ചു വരാൻ പോസിബിലിറ്റി ഇല്ല എന്ന് പറയുമ്പോൾ പോലും എങ്ങനെ അവിടെ കൂടിയിരുന്ന എല്ലാവരും വിചാരിച്ചിരുന്നു ഇവൻ എങ്ങനെയോ മടങ്ങി വരുന്ന ആത്മാർത്ഥത എന്തോ ഒരു ചിന്ത, എങ്ങനെ ഒരു ആലോചന എല്ലാവർക്കും ഉണ്ടായിരുന്നു. സോ അവർ ഞാനും ആലോചിച്ചിട്ടുണ്ട് മടങ്ങി വരും. അപ്പം നമ്മുടെ ആ ദിവസത്തെ വാർത്ത പറച്ചിലൊക്കെ നമ്മുടെ പ്രതീക്ഷ പറച്ചിലായിരുന്നു. യഥാർത്ഥത്തിൽ വാർത്ത പറയുന്നതിനപ്പുറം ഇവൻ വരും എന്നുള്ള പ്രതീക്ഷ പറച്ചിലായിരുന്നു. അപ്പോൾ അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപക്ഷെ സാറ് എൻകൗണ്ടറിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് സാറിൻ്റെ ചർച്ചകളിലാണെങ്കിലും സാറ് പറയുന്ന ആ ഒരു ഇൻട്രോ നോട്ടുകൾ ഒരുപക്ഷെ ഒരുപാട് ആളുകൾ ആ ഒരു ഭാഗങ്ങൾ മാത്രം ഏറ്റെടുത്ത് അത് ചിലപ്പോൾ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതിൻ്റെ ആ ഒരു റെസ്പോൺസൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ബാക്കിയുള്ളത് എല്ലാത്തിനും സാറിൻ്റെ റെസ്പോൺസ് ഈ ഒരു ഭാഗം മാത്രം കുറേ സോഷ്യൽ മീഡിയാസിലേക്ക് വീണ്ടും കട്ട് ചെയ്ത് പല സാറിൻ്റെ ഇൻട്രോ നോട്ടുകളും ഞാനടക്കം ആളുകളൊക്കെ സ്റ്റാറ്റസ് വെക്കാറുണ്ട്. ആ ഒരു അത്തരം റെസ്പോൺസ് ആളുകളുടെ അടുത്ത് നിന്ന് കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? എന്ന് പറഞ്ഞാൽ നമ്മൾ ആൾക്കാർക്കിടയിൽ
തന്നെ ഉണ്ടായിരുന്ന ആളാണ്. ഞാൻ സംഘടനാ പ്രവർത്തനം കാര്യമായി തന്നെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് വിദ്യാർത്ഥി ജീവിതകാലത്ത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ആൾക്കാരുടെ പൾസ് അറിയാമെന്നാണ് എൻ്റെ ധാരണ. ഒരു സാധാ ഒരു കോമൺ മാൻ നമ്മളൊരു കോമൺ മാൻ ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് കോമൺ മാൻ എന്താണ്, അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരാൾ വന്നിരുന്ന് അവർ പറയാൻ ആഗ്രഹിക്കുന്ന തീവ്രതയിൽ അവർ പറയാൻ ആഗ്രഹിക്കുന്ന ഭാഷയിൽ പറയുന്നു എന്നുള്ള ഒരു കണക്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഒരു ബ്ലെസ്സിങ് ആണ്. അതാണ് ഇപ്പോൾ അപ്പോൾ ഒരു മീഡിയ പാഷനായിട്ട് കൊണ്ടെടുക്കുന്ന അല്ലെങ്കിൽ മീഡിയ പ്രൊഫഷനിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. ഇന്നത്തെ കാലത്ത് അവസരങ്ങൾ കൂടുതലാണ്, സോഷ്യൽ മീഡിയാസും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവരോടൊക്കെ ഒരു എന്താ പറയുക, അല്ലെങ്കിൽ ഒരു മെസ്സേജ് എന്നുള്ള രീതിയിൽ സാറിന് പറയാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു 3 തവണ ചോദിക്കണം യഥാർത്ഥത്തിൽ പാഷനുണ്ടോ എന്ന് പറഞ്ഞാൽ ഈ ജോലി ചെയ്യാൻ യഥാർത്ഥത്തിൽ നീ ആഗ്രഹിക്കുകയാണോ, അത് ജസ്റ്റ് വാർത്ത വായിക്കാനും ഈ പറയുന്ന നമ്മൾ ലൈം ലൈറ്റ് എന്ന് പറഞ്ഞ സാധനം മാത്രമാണോ ആഗ്രഹിക്കുന്നത് ചോദിക്കുക. ലൈം ലൈറ്റ് മാത്രം ആഗ്രഹിക്കാന്ന് വരാതിരിക്കാനുള്ളതാണ് സാധനം ചെയ്യാണ്ട്. ഈ ജോലി എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു ഡേ ടു ഡേ സ്ട്രഗിളുള്ള ജോലി തന്നെയാണിത്. എന്നാൽ നമുക്ക് അത്ര ഇഷ്ടമുള്ളവർക്ക് മാത്രം വന്നാൽ മാത്രമേ ഇത് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ പണിക്ക് ഇതിൻ്റേതായ ഓഫ്കോഴ്സ് കഷ്ടപ്പാടുണ്ട്. ഇപ്പം ഞാനൊക്കെ ഈ ജോലി തുടങ്ങുമ്പോൾ അത്രത്തോളം ലുക്രേറ്റീവ് ആയിരുന്നില്ല, അത്രത്തോളം ശമ്പളം കിട്ടിയിരുന്നില്ല. ഇപ്പോൾ ശമ്പളം പാർട്ട് ഓൾമോസ്റ്റ് ഓക്കെ ആവുമ്പോഴും കട്ടപ്പണിയാണ്, നല്ല പണിയുണ്ട് ഈ പണി. അപ്പോൾ ആ പണി നമ്മൾ 8 to 5 അല്ലെങ്കിൽ ഒരു 9 to 5 ടൈം ഷെഡ്യൂൾ നോക്കാതെ പണിയെടുക്കാൻ നമുക്ക് പറ്റണമെങ്കിൽ നമുക്കിത് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ജോലിയല്ല, നമുക്ക് ഇഷ്ടമുള്ളൊരു സംഗതി ചെയ്യുന്നു എന്നൊരു ഫീൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ജോലിയിലോട്ട് വരാൻ പാടുള്ളൂ. കാര്യം ഇത് നല്ല സ്ട്രഗിളുള്ള ജോലിയാണ് ഈ ജോലി. ഇന്ന് SKM40 ഈ ഒരു യാത്രയുടെ ഭാഗമായിട്ട് മലപ്പുറത്ത് മതിലെത്തിയിരിക്കുകയാണ്. ആ മതിലെത്തിയതിനു ശേഷം സാറിന് തോന്നുന്ന ഒരു ഫീൽ എന്താണ്? സൂപ്പർ എക്സൽ, നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന ആൾക്കാർക്ക് എന്തോ ശ്വാസം മുട്ടാന്നൊക്കെ ആരാണ്ടൊക്കെ പറയുന്നത് കേട്ടായിരുന്നു. അതിൻ്റെ കാര്യത്തിലല്ല, അങ്ങനെ പറയുന്നത് എല്ലാവർക്കും അറിയാം. ഞങ്ങൾ ഈ മലബാർ കയറിയതിന് ശേഷം നമ്മുടെ യാത്ര കിട്ടുന്ന വലിയ സ്വീകരണം അത് നമുക്ക് പുതിയ അനുഭവമല്ല കേട്ടോ. അതാണ് ഇവിടുത്തെ സ്നേഹവും ഇവിടുത്തെ കരുതലും ഇവിടുത്തെ ചേർത്ത് പിടിക്കലും എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൻ്റെ ഒരു ചീന്താണ് മതിൽ. സ്വാഭാവികമായിട്ടും അങ്ങനെ നിൽക്കുന്ന ഒരു സമൂഹത്തിൽ ഒരു സംവിധാനത്തിന് വേറെ നിൽക്കാൻ പറ്റത്തില്ല. ആ സ്നേഹത്തിൻ്റെയും ആ ചേർത്ത് പിടിക്കലിൻ്റെയും ആ സ്വീകരണത്തിൻ്റെയും ഒക്കെ ഒരു ചീന്തായിട്ട് നിൽക്കുന്നുണ്ട്. എക്സലൻ്റ് ആയിരുന്നു, സൂപ്പർ ആയിരുന്നു. സാർ ഇത്രയും ബിസി ഷെഡ്യൂളിൻ്റെ ഇടയിൽ ഒരു 10 മിനിറ്റ് ഞങ്ങൾക്ക് വേണ്ടി തന്നതിന് ഒത്തിരി സന്തോഷം. സാറിൻ്റെ എല്ലാവിധ ബ്ലെസ്സിങ്സും കാര്യങ്ങളും